നമസ്കാരം. നമ്മുടെ വെബിനാറിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും പാർട്ട് 1 കണ്ടിട്ട് വേണം പാർട്ട് 2 കാണാൻ. പാർട്ട് 1-നകത്തിൽ ഈ വെബിനാർ നിങ്ങൾ എന്തിന് അറ്റൻഡ് ചെയ്യണം, ഇത് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു തന്നത്. ഈ എപ്പിസോഡ് മുതൽ അല്ലെങ്കിൽ ഈ പാർട്ട് മുതൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിലെ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും സംസാരിക്കും. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം കണ്ടു തുടങ്ങാം. ഇപ്പം നമ്മൾ പറയുന്ന ബയോഫ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ഇട്ടേക്കെന്നുള്ളതേ ഉള്ളൂ, ചുമ്മാ ഒരു സെറ്റപ്പ്. മനസ്സിലായി? ഒരു പരിപാടി തുടങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുവരെ ആൾക്കാർ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പ് വേണമല്ലോ, അതിന് ചുമ്മാ ഒരു പേരിട്ടേക്കെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബോൾഡ് അഫർമേഷൻ ഓപ്ഷൻ ബൈയിങ് ആൻഡ് ഫിനാൻഷ്യൽ ഫ്രീഡം, ഷോർട്ട് ഫോം, അത്രയേ ഉള്ളൂ. എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ പറയും. ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം. അതായത് ബോൾഡ്, നിങ്ങളൊരു ബോൾഡായിട്ടുള്ള ഒരാളാവണം, നിങ്ങൾക്ക് അഫർമേഷൻ ഉണ്ടാവണം, അത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഒന്ന് പെരുമാറ്റത്തിലും ഒന്ന് നിങ്ങളുടെ മനസ്സിലും, പിന്നെ അത് വെച്ച് വേണം ഓപ്ഷൻ ബൈയിങ് ചെയ്യാൻ. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. മനസ്സിലാണോ? അതായത് നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങൾ മാറ്റപ്പെടണം, നിങ്ങളായിട്ട് മാറണം, സ്വമേധയാ മാറണം. അങ്ങനെ മാറിക്കഴിയുമ്പോൾ, മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് മനസ്സാണ്. മനസ്സ് മാറത്തില്ല, നിങ്ങൾ മാറണമെന്ന് തീരുമാനിക്കും. രാവിലെ 6 മണിക്ക് അല്ലെ 5 മണിക്ക് എഴുന്നേറ്റ് ജിമ്മിൽ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും, പക്ഷേ പിന്നെ കിടന്നുറങ്ങും. അല്ലെങ്കിൽ 5 ദിവസം പോവും, വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും പിന്നെ മേല് തോന്നുന്നു പറഞ്ഞ് പോകത്തില്ല. ആരാ ചെയ്യിപ്പിക്കുന്നത്? പുള്ളിയാണ്. അതായത് മനസ്സാണ് ചെയ്യിപ്പിക്കുന്നത്. ഈ തീരുമാനം എടുത്തത് ആരാ? നിങ്ങളെ കൊണ്ട് ഈ ജിമ്മിൽ പോകാൻ തീരുമാനം എടുപ്പിച്ചതാരാ? അതും പുള്ളിയാണ്. അതാ മനസ്സാണ്. പിന്നെ പോകണ്ടെന്ന് പറഞ്ഞതാരാ? അതും പുള്ളിയാണ്. അപ്പോൾ അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ വിജയിച്ചു, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ട്രേഡിങ്ങിലെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. ഇതെല്ലാം ട്രേഡിങ്ങുമായിട്ട് കണക്ട് ചെയ്താൽ പറയുന്നത്. ഈ രണ്ട് പാർട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ റിയാലിറ്റിയിലേക്കാണ് വരുന്നത്. ആ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് ഓപ്ഷൻ ബൈ. ഒരു ടൂള് മാത്രമാണ് എന്തായി തീരാൻ, ഒരു സമ്പന്നനായി മാറാൻ, ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യാൻ. ഓക്കെ, അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഇവിടെ മാറ്റപ്പെടേണ്ടത് നിങ്ങളുടെ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ എന്ന് പറയുന്ന സംഭവം എങ്ങനെ ഉണ്ടാകുന്നേ? ചുരുക്കി പറയാം, നിങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇത്. അതായത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കുറേ ചിന്തകളുണ്ട്. ഈ ചിന്തകളാണ് പിന്നീട് എന്തായി മാറുന്നത്? നിങ്ങളുടെ ബിഹേവിയറായി മാറുന്നത്, പെരുമാറ്റ രീതിയായിട്ട് മാറുന്നത്. അതിനുശേഷമാണ് പിന്നെ അത് നിരന്തരമായിട്ട് നിങ്ങളുടെ ബിഹേവിയർ ഒരേ കാര്യം ഒരേ രീതിയിൽ വരുമ്പോൾ അത് നിങ്ങളുടെ ക്യാരക്ടറായിട്ട് മാറും. ഈ ക്യാരക്ടറും ബിഹേവിയറും തമ്മിൽ വ്യത്യാസം നിങ്ങൾ അത് ഒരു ലൈവ് എക്സാമ്പിൾ പറയാം. അതായത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ അതേ കാര്യം തന്നെ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുക, ഗസ്റ്റായിട്ട് ചെല്ലുക. ഗസ്റ്റായിട്ടൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം അവിടെ കൊണ്ടുവച്ചാൽ അത് കഴിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും, കഴിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. വേറെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള വീട്ടിലോ അടുത്ത വീട്ടിലോ ഒക്കെയാണ് നമ്മൾ നിരന്തരമായിട്ട് ഇടപഴകുന്നിടത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ അങ്ങ് ബിഹേവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാ? അത് പോയി എടുത്ത് കൈയിട്ട് വാരിയെടുത്ത് അങ്ങ് കഴിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. നമ്മുടെ അടുക്കളയിൽ വെച്ചേക്കുന്നതോ അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുക്കളയിൽ വെച്ചേക്കുന്നതോ ഒക്കെ നമ്മളെടുത്തങ്ങ് കഴിക്കും. പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത ഒരു പെണ്ണ് കാണാനൊരു വീട്ടിൽ ചെല്ലുക. അവിടെ ചെല്ലുമ്പോഴേ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചേക്കെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? വേണ്ട. മനസ്സിലാണല്ലോ? അത് വേണ്ട. അവിടാണ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത്. അതായത് നല്ല രീതിയിൽ പെരുമാറണം. ഇതെപ്പോഴാണ് പഠിച്ചേ? ഇങ്ങനെ പെരുമാറണം നിങ്ങൾ എപ്പോഴാണ് പഠിച്ചേ? ചെറിയ പ്രായത്തിൽ അച്ഛനും അമ്മയും വേറെ വീട്ടിൽ നമ്മളെ വിരുന്നിന് കൊണ്ടുപോകും. ഇവിടുന്ന് ഒരു ട്രെയിനിങ് കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നേ. അവിടെ ചെന്നിട്ട് മര്യാദയ്ക്ക് പെരുമാറിക്കോണം. പെരുമാറ്റം എന്നാണ് പറയുന്നത്, ഇല്ലയോ? നിന്റെ ശരിയായിട്ടുള്ള സ്വഭാവം അവിടെ പോയി കാണിക്കരുത്. എന്താണ് ഈ ശരിയായ സ്വഭാവം? അതാണ് ക്യാരക്ടർ. നിങ്ങളുടെ ശരിയായിട്ടുള്ള സ്ഥായിയായ സ്വഭാവം എന്താ? അതാണ് ക്യാരക്ടർ. അവിടെ പോയിട്ട് ബന്ധുവീട്ടിൽ പോയിട്ട് മര്യാദയ്ക്ക് പെരുമാറിക്കോണം. അവിടെ ചെന്നിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എടുക്കുകയോ തല്ലി പൊട്ടിക്കുകയോ ടിവിയുടെ റിമോട്ട് വേണമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. വീട്ടിൽ ഇതെല്ലാം ചെയ്യും. അതാ അവൻ്റെ ക്യാരക്ടർ. ഈ ക്യാരക്ടർ ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റേടത്ത് പോയിട്ട് ബിഹേവ് ചെയ്യണമെന്നാണ് അവനോട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നിങ്ങൾ ട്രേഡിങ് ചെയ്യുന്നത്. ഇവിടെ കിട്ടിയോ? എന്ന് വെച്ചാൽ നിങ്ങൾ വല്ലവൻ്റെ വീട്ടിൽ പോയി കുഞ്ഞ് കളിക്കുകയാണ്, ടെർമിനലിൻ്റെ മുന്നേ വന്നിരുന്ന് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ബിഹേവ് ചെയ്യുക.
നിങ്ങളുടെ സ്ഥായിയായ ക്യാരക്ടർ, നിങ്ങളുടെ ശരിയായിട്ടുള്ള രീതി മാർക്കറ്റിന് അനുയോജ്യമായ രീതിയിൽ മാറ്റപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങളവിടെ പെരുമാറുവാണ്, പിടിച്ചു നിർത്തുവാണ്. ചില സമയത്ത് ഈ പെരുമാറ്റം, അതായത് ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ട്രേഡ് എടുക്കുന്നില്ല അല്ലെങ്കിൽ മാറി നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിടിച്ചു നിൽക്കും. സ്ട്രാറ്റജി ശരിയായില്ല, റൂള് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. അവിടെ നിങ്ങളെ ക്യാരക്ടർ കാണിക്കുക. ശരിക്കും ബന്ധുവീട്ടിൽ ചെന്നിട്ട് ആ പലഹാരം എടുത്ത് കഴിക്കാൻ പറ്റാത്തൊരു മാനസിക സമ്മതം, ഒരു സെക്കൻഡിൽ, ഒരു നിമിഷം, ഒരു ഗ്രീൻ ക്യാൻഡിലിൽ ഈ സാധനം അങ്ങ് പൊട്ടും. നിങ്ങളുടെ തനി സ്വഭാവം കാണും. നിങ്ങളുടെ തനി സ്വഭാവം, മാർക്കറ്റിന് അനുയോജ്യമായ രീതിയിലുള്ള സ്വഭാവമല്ല, നിങ്ങളുടെ തനി സ്വഭാവം എടുക്കും. അതോടുകൂടി സ്റ്റോപ്പ് ലോസ് ഓടി. പിന്നെ അങ്ങ് ടെൻഷനാണ്, അയ്യോ ഇത് ഇവിടുന്ന് ഇപ്പം കയറി പോകുമെന്നല്ലായിരുന്നു ഒരാൾ കാണിച്ചു, അവസാനത്തെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ലേ ഞാനിത് എടുത്തേ, പിന്നെ എന്തോ ഇമ്മാതിരിയുള്ള പരിപാടി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇത് സംഭവിക്കരുതെങ്കിൽ മാർക്കറ്റിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യണം എന്നുള്ളതാണ് ബോൾഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. അഫർമേഷൻ. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോവാം. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഷർട്ട് തേക്കും, ഷേവ് ചെയ്യും, സർട്ടിഫിക്കറ്റ് എല്ലാം അടുക്കി വയ്ക്കും, പോകേണ്ട ടൈം, മാപ്പ്, ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ റെഡിയാക്കി. ഇതെന്താണ്? ഒരു തയ്യാറെടുപ്പാണ്, ഇല്ലേ? നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ റെഡി ആവുകയാണ് പോയി അറ്റൻഡ് ചെയ്യാൻ, ഒരു തയ്യാറെടുപ്പ് നടത്തുവാണ്. എന്താണ് ഉദ്ദേശം? വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റേഷൻ? ജോലി കിട്ടുക എന്നുള്ളതാണ് റിസൾട്ട്. ഇതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പാണ്. അപ്പോൾ ഫിസിക്കൽ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തും. ഇതുപോലെ മാനസികമായ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് ട്രേഡിങ്ങിൽ വിജയിക്കാൻ. നിങ്ങൾ ധനികനാവാൻ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ഥിര വരുമാനം ഉണ്ടാവാൻ നിങ്ങൾ മാനസികമായി തയ്യാറെടുത്തിട്ടാണോ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്? ചില ആൾക്കാർക്കുണ്ട്, എല്ലാ ദിവസവും എനിക്കൊരു ഇച്ചിരി പൈസ ഉണ്ടാക്കിയാൽ മതി, വട്ടച്ചിലവിനുള്ള കാശ് മതി എന്നും പറഞ്ഞ് വന്ന് മാർക്കറ്റിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ അമിത മോഹവുമായിട്ട് വരും, എനിക്ക് ഇതുവഴി വേണം ഇനി രക്ഷപ്പെടാൻ എന്നുള്ള രീതിയിൽ വരും. ചില ആൾക്കാർ കടത്തിൽ മുങ്ങി നിൽക്കുമായിരിക്കും, ഇതിൽ വഴി പൈസ ഉണ്ടാക്കി കടം വീട്ടാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊന്നും മാർക്കറ്റിന് അനുയോജ്യമായ രീതിയിലുള്ള പെരുമാറ്റ രീതിയല്ല. ഇവിടെ നിങ്ങളെ മറന്നുകൊണ്ടാണ് പെരുമാറുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സാഹചര്യം സൃഷ്ടിക്കപ്പെടണം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കണം എന്ന് പ്രകൃതിയെ ചലഞ്ച് ചെയ്തുകൊണ്ട് പ്രകൃതിയിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. അവിടെ ഒരു നിയമമുണ്ട്, ഒരു നീതിയുണ്ട്. അതുവഴി മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. വിധിയെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ നിങ്ങളാണ് നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ കാര്യം സാധിക്കാൻ, അതായത് ഒരു സമ്പന്നനാവാൻ, സ്ഥിര വരുമാനം നേടാൻ നിങ്ങളായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങളായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടോ? മാനസികമായിട്ടും ശാരീരികമായിട്ടും. ശാരീരികം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ബോഡി ഫിറ്റ്നസ് അല്ല, നിങ്ങളുടെ ക്യാരക്ടറിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ? അതായത് മാർക്കറ്റിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ മാറിയിട്ടാണോ, അല്ലെങ്കിൽ അതിനു വേണ്ട മാനസിക തയ്യാറെടുപ്പ് നടത്തിയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്? എന്ത് ചെയ്യണം എന്നുള്ളത് ടെക്നിക്കൽ നോളജാണ്, അത് പിന്നെ പഠിച്ചാൽ മതി. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടേ മാത്രമേ ടെക്നിക്കൽ നോളജിലേക്ക് നിങ്ങൾ പോകാം. നിങ്ങൾ ആദ്യം ഒരുങ്ങണം, ഒരു സമ്പന്നനാവാൻ വേണ്ടി ഒരുങ്ങണം. അതിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മാനസികമായി തയ്യാറെടുക്കണം, മനസ്സുകൊണ്ട് നിങ്ങൾ എങ്ങനെ അതിനെ ഉൾക്കൊള്ളണം, എന്ത് എക്സർസൈസ് ചെയ്യണം മെൻ്റൽ സ്ട്രെങ്ത് കിട്ടാൻ. അതാണ് അഫർമേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പറയുന്നത്. ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ കച്ചവടക്കാരൻ ആയിട്ടാണ് നിങ്ങൾ മാർക്കറ്റിൽ വരുന്നത്, ആണോ അല്ലയോ? പറയും. നിങ്ങളൊരു കച്ചവടക്കാരനായിട്ടല്ലേ മാർക്കറ്റിൽ നിൽക്കേണ്ടത്, ശരിയല്ലേ? കച്ചവടമാണ് നിങ്ങൾ ചെയ്യുന്നത്. കുറഞ്ഞ വിലയ്ക്ക് സാധനം മേടിക്കണം, കൂടിയ വിലയ്ക്ക് സാധനം വിൽക്കണം. അപ്പോൾ ഈ കുറഞ്ഞ വിലയ്ക്ക് സാധനം വാങ്ങിക്കുകയും കൂടിയ വിലയ്ക്ക് സാധനം വിൽക്കുകയും ചെയ്യുന്ന ഒരു കച്ചവടക്കാരന് കച്ചവടത്തിനൊരു തന്ത്രം ഉണ്ടാവും, ഇല്ലേ? ഒരു തന്ത്രം ഉണ്ടാവണം. കച്ചവടത്തിനകത്തൊരു രഹസ്യം ഉണ്ടാവും. കച്ചവടം എന്നുള്ളതിൻ്റെ മീനിങ് എന്തുവാ? കച്ചകപടം എന്നുള്ളതാണ്. അതായത് യഥാർത്ഥ വസ്തുതയെ മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അതല്ലേ കച്ചവടം എന്ന് പറയുന്നത്. രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യമല്ലോട് ഈ കച്ചവടം എന്ന് പറയുന്നത്, ആണല്ലോ. ഇപ്പം ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇതിൻ്റെ രഹസ്യ സ്വഭാവം? നിങ്ങളുടെ കച്ചവടത്തിൻ്റെ ബേസിക് നോളജ് ഉണ്ടോ? ഒരു കച്ചവടക്കാരൻ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് അടിസ്ഥാന പാഠം പഠിച്ചിട്ടാണോ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നേ?
കച്ചവടക്കാരൻ്റെ സാധാരണ രീതിയിൽ കച്ചവടത്തിൻ്റെ പെരുമാറ്റ രീതി എങ്ങനെയാണ്, അവൻ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് അവൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അറിയാവോ? അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണോ ഇതിനകത്ത് ഇറങ്ങുന്നത്? ഇല്ലയോ? 8 നില പൊട്ടിയിരിക്കും. ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ആവശ്യമാണ് നിങ്ങൾക്കൊരു സമ്പന്നനായി മാറാൻ. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ സ്ഥിരമായ പ്രാക്ടീസിങ് നടത്തിയാൽ, ഈ 3 കാര്യത്തിൽ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. നിങ്ങൾ ഈ 3 കാര്യവും നിങ്ങളുടെ കണ്ണിൽ കാണുന്നില്ല, പകരം ഈ ഫിനാൻഷ്യൽ ഫ്രീഡം മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളടത്താണ് നിങ്ങളുടെ ബ്ലോക്കിംഗ് പോയിന്റ്. പറയാൻ മനസ്സിലാകുന്നുണ്ടോ? ഒരു റൂട്ട് മാപ്പാണ് പറഞ്ഞു തരുന്നത്. ഇത് 3 കാര്യവും ഒരുപോലെ പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടത്തില്ല. അപ്പോൾ ഇത് മെൻ്റൽ എക്സർസൈസ് ഉണ്ടാവണം. സിംഹത്തിൻ്റെ പടം കൊടുത്തേക്കുന്നത് എന്തിനാണെന്നറിയാവോ? ആർക്കെങ്കിലും മനസ്സിലായായിരുന്നു? പറഞ്ഞോ, ശബ്ദത്തിൽ പറഞ്ഞോ. ഇവിടെ ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യുന്നവന്മാർ പറയടാ, മറ്റുള്ളവർ കേൾക്കട്ടെ. ധൈര്യം. സിംഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം? സിംഹത്തിന്റെ ഒരു പ്രത്യേകത ധൈര്യമാണ്. ആറ്റിറ്റ്യൂഡ്. അതാണ് ആറ്റിറ്റ്യൂഡ്. എന്താണ് ആറ്റിറ്റ്യൂഡ്? നിനക്ക് പറയാവൂടാ എന്തോ ആറ്റിറ്റ്യൂഡ് എന്ന്? സിംഹം ചിരിക്കില്ല. ജോർജ് പറഞ്ഞിട്ട് സിംഹം ചിരിക്കത്തില്ല. വലിപ്പം കൊണ്ടോ ശക്തി കൊണ്ടോ സിംഹം കാട്ടിലെ ഏറ്റവും വലുതല്ല, പക്ഷെ അതിന്റെ ആ ഒരു മനോഭാവം, എന്തിനെ നേരിടാനുള്ള ധൈര്യമാണ് സിംഹത്തെ രാജാവാക്കുക. അതാണ് ധൈര്യമാണ്. അതാണ് സിംഹത്തിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. അതായത് സിംഹത്തിന് ഒരു, നിങ്ങൾ കണ്ടാൽ അറിയാം, നിങ്ങൾ ആനിമൽ പ്ലാനറ്റൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം, കുറേ പശുക്കൾ അല്ലെ മാനുകൾ ഇങ്ങനെ ഓടിപ്പോവാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര എണ്ണം അതിൻ്റെ മുന്നുകളെ പോയാലും ഇത് ടാർഗറ്റ് ചെയ്യുന്ന സാധനം അല്ലാത്ത വേറെ ഒന്നിനെ ആ സാധനം തൊടത്തില്ല. പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇതിൻ്റെ മുന്നേ കൂടെ കുറേ എണ്ണം ഓടിപ്പോവാ, ഈ ഒരു സിംഹം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം കാണും, അതിൻ്റെ ഇര പിടിക്കുന്ന രീതി അങ്ങനെ. അതല്ലാത്ത വേറെ ഒന്നിനെ അപ്പം കാണുന്ന രീതിയിൽ ആറ്റിറ്റ്യൂഡ് മാറ്റത്തില്ല. സിംഹം കുഴിമടിയനാണ്, ശരിയാണ്, ശരിക്കും കുഴിമടിയൻ തന്നെയാണ്. പക്ഷെ ടാർഗറ്റ് ഓറിയൻറ്റഡ്. ഒരു ടാർഗറ്റ് വെച്ചാൽ അവൻ അത് അച്ചീവ് ചെയ്യാതെ മാറില്ല. വെറുതെ അല്ല, അതിന് പിന്നെ എത്തിക്സ് ഉണ്ടാവും, ആർത്തിയില്ല. അതായത് വയറ് നിറഞ്ഞാൽ ഒരു മുയൽ അതിൻ്റെ മുന്നകൂടെ പോയെന്ന് പറഞ്ഞാൽ അത് പിടിക്കത്തില്ല, ആർത്തിയില്ല. ഏറ്റവും ആപ്റ്റായിട്ട് ട്രേഡിങ്ങിന് കാണിക്കാൻ പറ്റിയ ഒരാളാണ് സിംഹം. അപ്പം ഇതിനകത്തിൽ കൃത്യമായ കോൺസെൻട്രേഷനോട് കൂടിയാണ് ഇരയെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എത്തിക്സോട് കൂടിയാണ് ഒരു പരിധിവരെ ജീവിതം. ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. ഞാൻ അറിയാവുന്ന കാര്യം ഇത്രയാണ്: ആള് കിങ്ങാണ്, നമ്മൾ ഓപ്ഷൻ ബയറാണ്, നമ്മൾ കിങ്ങാണ്. കിങ്ങിൻ്റെ പ്രത്യേകത എന്തുവാ? അവൻ എല്ലാ രീതിയിലുള്ള ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉള്ള ആളാണ്, ശരിയല്ലേ? അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യണം. റിസ്ക് കൂടുതൽ എടുക്കുന്ന ആളും കൂടാണ് സിംഹം. മനസ്സിലാകുന്നുണ്ടോ? ആനയുടെ മസ്തകത്തിൻ്റെ മണ്ടയ്ക്ക് കയറാൻ ചെറിയ ധൈര്യം പോരാ, അടിച്ചിട്ട് കളയും. അപ്പം ഇതാണ്, കുറുക്കനാണ് ബുദ്ധിമാൻ. അത് കുഴപ്പമില്ല, നീ ആയിക്കോ, അത് നീ അതിബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. ജോർജാ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. നിങ്ങൾ ഈ കാറ്റഗറിയിൽപ്പെട്ട ആരെങ്കിലും ആണോ എന്ന് നോക്കണം. അതായത് നിങ്ങൾ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ വിചാരം, പക്ഷേ എനിക്ക് അർഹമായ വില ജീവിതത്തിൽ കിട്ടുന്നില്ല എന്ന് വിശ്വസിക്കുന്നത് നമ്മൾ ബോൾഡായേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിലങ്ങ് തോന്നുക, പക്ഷേ എനിക്ക് അർഹമായ വില ജീവിതത്തിൽ കിട്ടുന്നില്ല, ഞാൻ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ചുമ്മാ കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്തൊക്കെ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ബോൾഡായേ പറ്റുള്ളൂ. ഈ ചിന്താഗതിയുള്ള ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവർ. പക്ഷെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യും ആ മൂല്യങ്ങൾ കാരണം. ഇപ്പോൾ ഉദാഹരണത്തിന് 4 പെങ്ങന്മാരുണ്ട്, 4 പെങ്ങന്മാരെയും കെട്ടിച്ചയക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിച്ച് ആയുഷ്കാലം മുഴുവൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഗൾഫിൽ കിടന്ന് പൈസ ഉണ്ടാക്കി, അല്ലെ നാട്ടിൽ കിടന്ന് പൈസ ഉണ്ടാക്കി, ഇവൻ്റെ ഷെയറും കൂടെ വിറ്റ് ഇവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക, ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുക. പക്ഷെ അവന് സാമ്പത്തികമായിട്ട് ഉയരാൻ കഴിയുന്നില്ല.
ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർ അത് മുൻകൂട്ടി കാണണം. എന്നിട്ട് അയാൾ സാമ്പത്തിക ഉയർച്ച കൈവരിക്കാൻ പറ്റുന്ന രീതിയിൽ ബോൾഡ് ആവണം. അല്ല പെങ്ങന്മാരെ കെട്ടിച്ച് അയക്കരുതെന്നല്ല ഇതിൻ്റെ ഉദ്ദേശം കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നില്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. അപ്പോൾ അവർ ബോൾഡ് ആവണം. സാമ്പത്തികത്തിൽ മറ്റുള്ളവരാൽ തുടർച്ചയായി കബളിപ്പിക്കപ്പെട്ടവർ. അതായത് എന്തുകൊണ്ടാണ് കബളിപ്പിക്കപ്പെടുന്നത്? നമ്മൾ അനുവദിക്കാതെ വേറൊരുത്തൻ നമ്മളെ പറ്റിക്കൂടൂ. നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ടല്ലേ പറ്റിക്കുന്നത്, അല്ലെങ്കിൽ പറ്റിക്കൂ? പറ്റിക്കത്തില്ല. ഇപ്പം നമ്മളെ അല്ലാ പറ്റിക്കുന്ന രാത്രി വന്ന് കട്ടെടുത്തുകൊണ്ട് പോകും, ചില മോട്ടിച്ചുകൊണ്ട് പോകും. അല്ലാതെ നമ്മളെ പറ്റിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വേറൊരാളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റിയ ഒരു ടീമാണെന്ന് വേറൊരുതിനെ ബോധ്യപ്പെടുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാരാ? നമ്മളാ. ബോൾഡ് ആവണം. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി അതിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരത്തിന് അടിമപ്പെട്ട് സമയം നഷ്ടപ്പെടും. അതായത് ചില ആൾക്കാരുണ്ട് ജോബ് അഡിക്ഷനായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അതായത് നമുക്ക് മറ്റുള്ളവരുടെ സംതൃപ്തി ആണ് നമ്മുടെ സംതൃപ്തി എന്ന് ഭയങ്കര എത്തിക്സ്, അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് കരുതി നമ്മൾ അതിനു വേണ്ടി ജീവിക്കുക. എന്നിട്ട് ഇവർ നമ്മളെ അങ്ങ് സ്ഥാനമാനം നൽകി അഭിനന്ദിക്കും, നമുക്ക് സ്ഥാനക്കയറ്റം തരും, അല്ലെ നമ്മളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്രിഷ്യേറ്റ് ചെയ്യും. ഈ അപ്രിസിയേഷനിൽ നമ്മൾ മൂക്കും കുത്തി വീണുകളെ. അങ്ങനെ ഈ അപ്രിസിയേഷൻ കിട്ടുന്ന ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തിൽ അടിമപ്പെട്ടു പോവും. ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത്, എടാ ഇതൊക്കെ വെറും സ്ഥാനമാനങ്ങൾ മാത്രമായിരുന്നു, ഒരു പ്രയോജനം ഇതുകൊണ്ട് ഉണ്ടായില്ല. ബോൾഡ് ആവണം. നോ പറയാൻ മടിയുള്ളവരാണ് ഇത്. സാമ്പത്തികത്തിൽ തുടർച്ചയായി മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടുന്നവരും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി അതിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരത്തിന് അടിമപ്പെട്ട് ഇപ്പം ഈ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി അതിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരത്തിന് അടിമപ്പെട്ട് സമയം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു പരിധിവരെ മുൻകോപികളായിരിക്കും, ഭയങ്കര നിഷ്കളങ്കരുമായിരിക്കും. മാർക്കറ്റ് ഒട്ടും യോജിക്കത്തില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക്. ആ രീതിയിൽ നിങ്ങൾ അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ അതിനെ മറികടക്കാൻ പാകത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റിയെടുത്തേ പറ്റൂ. ഇങ്ങനെ ബോൾഡ് ആവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. ബോൾഡ് ആയാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തായിരിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ അഭിനയിച്ച് ജീവിക്കുന്ന ശീലം മാറ്റപ്പെടും. പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്തോളൂ, നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും.